ഏത് യുദ്ധത്തിലും ഉലയാതെ നിന്ന ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ കോട്ടയാണ് ആറ്റിങ്ങൽ മണ്ഡലം. ചുവപ്പിൻ്റെ രാഷ്ട്രീയത്തെ മാത്രം ഭരിക്കുന്ന ഒരു ജനിതക ഘടന ഈ മണ്ഡലത്തിനുണ്ട്. മണ്ഡലം രൂപീകൃതമായ കാലം മുതൽ ഡോക്ടർ എ സമ്പത്താണ് ഈ മണ്ഡലത്തിൻ്റെ MP. ആറ്റിങ്ങലിൻ്റെ സ്വത്തും സമ്പത്തുമായ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ് ഇത്തവണയും LDFന് വേണ്ടി ജനവിധി തേടുന്നത്. 28 വർഷം മുമ്പ് കൈവിട്ടുപോയ ഈ മണ്ഡലം തിരികെ പിടിക്കാൻ കച്ചകെട്ടി ഇറങ്ങുകയാണ് മുൻ മന്ത്രി അടൂർ പ്രകാശ്. പാലക്കാട് നിന്നും ശോഭാ സുരേന്ദ്രൻ കൂടി എത്തിയതോടുകൂടി മണ്ഡലത്തിൽ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥികളുടെ നേട്ടവും കോട്ടവും ആത്മവിശ്വാസവും ആശങ്കയുമെല്ലാം അതുകൊണ്ട് തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ 3 പ്രമുഖരായ സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്ന സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ആറ്റിങ്ങലിൻ്റെ നിലവിലത്തെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ എ സമ്പത്തിൻ്റെ തിരുവനന്തപുരത്തെ വസതിയുടെ മുന്നിലാണ്. അതിരാവിലെ തന്നെ അകത്ത് തിരക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി പോവാനുള്ള തിരക്കുകളിലാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം. പ്രത്യേകിച്ച് ഇതുണ്ടോ, രാവിലെ ഈ ചൂടിനെ നേരിടാനുള്ള എന്തെങ്കിലും ഭക്ഷണക്രമങ്ങളാണോ ഭാര്യ പ്രത്യേകമായി തയ്യാറാക്കി തന്നിരിക്കുന്നത്? നല്ല ലൈറ്റായിട്ട് കഞ്ഞി വെച്ചിട്ട് നല്ല ഉപ്പിട്ട് ഫ്ലാസ്കിനകത്താക്കി കൊടുത്തുവിടും. ചെറിയ ചൂടോട് കുടിക്കാൻ പാകത്തിന്. അത് തന്നെയാണ് ഈ ചൂടിൽ ഏറ്റവും നല്ലത്. പിന്നെ കരിക്കും വെള്ളം, ഫ്രൂട്ട്സ്. രാത്രി 12 മണി വീട്ടിലെത്താൻ. ഒരുപാട് തെരഞ്ഞെടുപ്പ് നേരിട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് 3 ടൈം MP ആവുകയും ചെയ്തു. ഈ മുമ്പങ്ങും ഇല്ലാത്ത വിധം ക്രമാതീതമായൊരു ചൂട് ഇത്തവണ അനുഭവപ്പെടുന്നുണ്ട്. അത് ഉറപ്പായിട്ടും രാഷ്ട്രീയ ചൂടിൻ്റേതെന്നുള്ള നിലയിൽ മാത്രമല്ല, അത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ ചൂടുള്ളത് തന്നെയാണ്. അത് നമ്മുടെ കാലം കഴിയുന്തോറും സ്വാഭാവികമായി കൂടുതൽ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുക, മാധ്യമങ്ങൾ കൂടി വരിക, അതല്ലാതെ പൊതുവേദികളിൽ വരിക, അതെല്ലാം ഉണ്ടാകും. ഇത് അന്തരീക്ഷം വല്ലാതെ ഈ താപനില ഉയരുന്നതുണ്ട്. അതൊരു നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഈ അണ്ടർ ദ സ്കോർച്ചിങ് ഹീറ്റ് ഓഫ് ദ സൺ എന്നൊക്കെ പറയില്ല, അതുപോലെ ചുട്ടു പൊള്ളുന്നതായിട്ടുള്ള ഈ ഒരു 11 മണി മുതൽ ഒരു 4 മണി വരെ ആ താപനില നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പും അവിശ്വസനീയമായ നിലയിൽ ഈ ചില സമയത്ത് ഈ നമ്മൾ പറയില്ലേ സൂചി തറച്ചു കയറുന്നത് പോലെ ഞങ്ങളുടെ പ്രചരണത്തിലെല്ലാം ഞങ്ങൾ പറയുന്നത് കുട്ടികൾ ഉൾപ്പെടെ സ്വീകരിക്കാൻ വരുന്നതാണ്. 12 മണി മുതൽ 3 മണി വരെ നിങ്ങൾ ഈ കുട്ടികളെ ആരെയും നട്ടുച്ച വെയിലത്ത് പുറത്ത് കളിക്കാൻ വിടരുത്. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ഇതും ജനങ്ങളോട് പറയണം. ആരോഗ്യ പരിരക്ഷ, പരിസ്ഥിതി സംരക്ഷണം, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം, ഇതെല്ലാം രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെയാണ്. അതുമല്ല അതിനകത്തുണ്ട്. അതുകൊണ്ട് ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ള, താങ്കൾ MP ആയിരുന്നു, താങ്കളുടെ പിതാവ് MP ആയിരുന്നു. പാരമ്പര്യമായി രാഷ്ട്രീയ പ്രവർത്തനം ഒരു എന്താ പറയുക, രാഷ്ട്രീയ പ്രവർത്തനവുമായി വലിയ ബന്ധമുള്ള, പൊതുജീവിതവുമായി വലിയ ബന്ധമുള്ളൊരു ഫാമിലിയാണ്. തങ്ങളുടെ കുടുംബം ഞങ്ങൾ കേട്ടിരിക്കുന്നത് വലിയ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ വലിയ പ്രമാണികളായിരുന്ന, അല്ലെങ്കിൽ വലിയ സമ്പത്തുണ്ടായിരുന്നവരാണ്. ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിൻ്റെ ഭാഗമായി ഈ സമ്പത്ത് വല്ലാതെ വർദ്ധിക്കുന്ന ചില MP-മാരെ പറ്റി നമ്മൾ കേൾക്കുന്നു. താങ്കളുടെ ഒരു പൊതുജീവിതത്തിൽ കൊണ്ട് സമ്പത്ത് അങ്ങനെ വർദ്ധിക്കുകയോ അല്ലെങ്കിൽ ഉള്ള സമ്പത്ത് നഷ്ടപ്പെടുകയോ, എന്താണ് അതിൻ്റെ ഒരു പൊതു പശ്ചാത്തലം എന്താണ്? എൻ്റെ പൊതുപ്രവർത്തനത്തിൽ വാസ്തവത്തിൽ ഞാൻ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ആദായനികുതി കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ കൂടിയാണ്. ഞാൻ വക്കീൽ പണി ആരംഭിച്ചിട്ടിപ്പോൾ 3 പതിറ്റാണ്ട് കഴിഞ്ഞു. വലിയ
സമ്പാദ്യം എന്നുള്ള നിലയിലേക്ക് പറയാൻ കഴിയുന്നത്. ഇത്രയും നാളത്തെ ഒരു അധ്വാനം കൊണ്ട് വാസ്തവത്തിൽ ഒരു പ്രൊഫഷണൽ തന്നെ നിന്നാൽ ഒരു പക്ഷേ എൻ്റെ ചങ്ങാതിമാർക്ക് അത്തരത്തിൽ നേടാൻ കഴിയുന്നത് പോലുള്ള സാമ്പത്തികമായ ശേഷി ചിലപ്പോൾ എനിക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാൽ അത്യാവശ്യം ജീവിച്ചു പോകാൻ കഴിയുന്ന നിലയിലുള്ള വരുമാനം എൻ്റെ അഭിഭാഷക വൃത്തിയിൽ നിന്ന് തന്നെയാണ് എനിക്ക് ലഭിച്ചത്. പക്ഷേ അച്ഛനെ സംബന്ധിച്ചുള്ളൊരു കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്ന കാലങ്ങളിലെല്ലാം ഓടി നടന്ന് പ്രവർത്തിച്ചിരുന്നതായ സഖാവ് അനിരുദ്ധന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വകയായി ലഭിച്ച പൊട്ടക്കുഴി കൃഷ്ണൻ കോൺട്രാക്ടർ എന്ന ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മക്കൾക്കും എല്ലാം അത്തരത്തിൽ നൽകിയിരുന്നതായിട്ടുള്ള തറവാട്ടുവക സ്വത്ത് എൻ്റെ അച്ഛൻ ഇത് പലപ്പോഴായി വിൽക്കുകയായിരുന്നു. അപ്പോൾ പണം ആവശ്യം വരുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പക്ഷേ ഞാൻ ഈ പറയുന്ന കാലവും പ്രത്യേകിച്ചും 1975-77 അടിയന്തരാവസ്ഥക്കാലത്തൊക്കെ ഒരു കപ്പ് ചായ പോലും ഒരുപക്ഷെ കൊടുക്കാൻ പലർക്കും ഭയമുണ്ടായിരുന്നു. സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന എനിക്ക് തന്നെ അറിയാം, എൻ്റെ ചില കൂട്ടുകാർക്ക് പോലും എന്നോട് സംസാരിക്കുന്നതിന് ഭയമുണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടാവും, അവൻ്റെ അച്ഛൻ ജയിലിലാണ്, അപ്പോൾ അവനുമായി സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. അധ്യാപകർക്ക് പോലും അവർക്ക് പോലും ഒരു ചെറിയ സംശയം എന്നെക്കുറിച്ചുണ്ടായിരുന്നു. എന്നാൽ അവർ പരസ്പരം ചിലപ്പോൾ പറഞ്ഞിട്ടുമുണ്ട്, ഇവൻ മാർക്സിസ്റ്റുകാരൻ്റെ മോനാണ്, പക്ഷെ അവൻ നന്നായി പഠിക്കും. ഞാൻ SFI പ്രവർത്തകനായപ്പോഴും എൻ്റെ ചില അധ്യാപകർ, അതിലൊരു ടീച്ചർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, പ്രൊഫസർ സുന്ദരൻ, ഇവിടെ അടുത്താണ് ടീച്ചർ. അപ്പോൾ ടീച്ചർ പലപ്പോഴും പറയാറുണ്ടായിരുന്നു, എല്ലാ സമരത്തിനും അവൻ പോവും, പലപ്പോഴും അവൻ ക്ലാസ്സിൽ കയറാറുമില്ല, അവൻ SFI ആണ്, എന്നാൽ അവൻ നന്നായി പഠിക്കും. അപ്പോൾ നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അധ്യാപകർക്ക് തള്ളിക്കളയാനായി കഴിയില്ല. പക്ഷേ എൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പലർക്കും സംശയമോ മറ്റൊന്നുമല്ല, ചൈനാചാരൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാകുന്ന സംശയം, ആ സംശയം അവർക്കും ഉണ്ടായിരുന്നു. അത് ഞാൻ അനുഭവിച്ചതാണ്. അതൊരു ഒരു ചോദ്യം, ഈ രാഷ്ട്രീയത്തിലേക്ക് SFI പ്രവർത്തകനായി മാറുമ്പോൾ ഒക്കെ ഉള്ളൊരു ഘട്ടത്തിൽ, അന്നത്തെ ഒരു പരിസ്ഥിതിയിൽ കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ നമുക്ക് അച്ഛനോ രാഷ്ട്രീയക്കാരനായി ഇനി മകൻ കൂടി രാഷ്ട്രീയക്കാരനാവണ്ട എന്ന തരത്തിലുള്ളൊരു വിലക്ക് ഏതെങ്കിലും തരത്തിൽ വന്നിരുന്നു? അമ്മ കോളേജ് അധ്യാപികയായിരുന്നു. അമ്മ പ്രൊഫസറായിട്ടാണ് റിട്ടയർ ചെയ്തത്. അമ്മ മാത്തമാറ്റിക്സിൻ്റെ ഇവിടെ വിമൻസ് കോളേജിലെ മാത്തമാറ്റിക്സിൻ്റെ HOD ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. അത് അമ്മയുടെ വലിയ സ്വപ്നമായിരുന്നു സമ്പത്ത് സിവിൽ സർവീസ് പരീക്ഷ എഴുതി നേടണം എന്നത്. നീ ആ പരീക്ഷ ജയിക്കണം, ജോലിയിൽ നീ തുടരാതിരിക്കുക, അത് നിൻ്റെ ഇഷ്ടം. IAS, IFS, IPS എന്നൊക്കെ ഉള്ളത്. ഞാൻ പരീക്ഷ എഴുതുന്ന വേളയിൽ ഞാൻ കോളേജ് യൂണിയൻ്റെ ചെയർമാനാണ്. ഞാൻ കോളേജ് യൂണിയൻ്റെ ചെയർമാനായിരിക്കുന്ന വേളയിൽ അന്ന് വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ പോലീസ് കേസുണ്ട്. ഡബിൾ വെരിഫിക്കേഷനുള്ള കാലമാണ്. ഇന്നത്തേതുപോലെ സിംഗിൾ വെരിഫിക്കേഷനല്ല, ഡബിൾ വെരിഫിക്കേഷനുണ്ട്. നമ്മുടെ സംസ്ഥാന പോലീസ് ഈ ക്രിമിനൽ റെക്കോർഡുകൾ പരിശോധിക്കുന്നത് പോലെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ അഫിനിറ്റി ഓഫ് ദി പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഓഫ് ദ കാൻഡിഡേറ്റ് അത് ഇൻ്റലിജൻസ് ബ്യൂറോ ആണ്, കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ ആണ് നോക്കുന്നത്. ഇന്ത്യയിൽ 2 സംസ്ഥാനങ്ങളിൽ മാത്രമേ അവരത് ചെയ്തിരുന്നുള്ളൂ. ഒന്ന് പശ്ചിമ ബംഗാളും മറ്റൊന്ന് കേരളവുമായിരുന്നു. ഇത് 1989 VP സിംഗിൻ്റെ VP സിംഗ് ഗവൺമെൻറ്റാണ് ഇത് എടുത്തു കളഞ്ഞത്. അന്ന് കേരളത്തിൽ ഇരിക്കാനാണ് ഗവൺമെൻറ്റാണ്. 89 വരെയും ഈ ഡബിൾ വെരിഫിക്കേഷനുണ്ട്. ഞാൻ 1984 സിവിൽ സർവീസ് പരീക്ഷയുടെ മെയിൻ എഴുതിയ ആളാണ്. R. മോഹൻ, ഇപ്പോൾ പിണറായിയുടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാണ്. അന്ന് R. മോഹൻ ASFൻ്റെ നേതാവാണ് ഈ ആർട്സ് കോളേജിലെ. ക്ലാസ്സിലൊന്നും അങ്ങനെ കയറില്ല, പക്ഷേ മോഹൻ 1ാം റാങ്കുകാരനാണ്. എക്കണോമിക്സ് നന്നായി അധ്യാപകർക്ക് അറിയാവുന്നതിനേക്കാൾ നന്നായി ആ കുട്ടിക്ക് അറിയാമായിരുന്നു. അപ്പോൾ മോഹൻ ഇങ്ങനെ കോളേജിൻ്റെ പുറത്ത് മഹാഗണിയുടെ ചുവട്ടിൽ പതിവ് പോലെ സിഗരറ്റ് വലിച്ചിരിക്കുമ്പോഴാണ് മോഹനോട് ചെന്നിട്ട് ഇൻ്റലിജൻസ് ബ്യൂറോയിലെ 2 പേർ സമ്പത്തിനെക്കുറിച്ച്, അങ്ങനെ മോഹൻ എന്നോട് പറഞ്ഞു, സമ്പത്തിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇങ്ങനെ ഒന്ന് ചോദിച്ചിട്ടുണ്ട്, ഈ കാര്യത്തിൽ എന്താണെന്നുള്ളത് സമ്പത്ത് നോക്കിക്കോണമെന്നുള്ളത്. എനിക്ക് സിവിൽ സർവീസ് പരീക്ഷ എൻ്റെ അമ്മയുടെ വലിയ സ്വപ്നമായിരുന്നെങ്കിലും എനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. ഞാനന്ന് കോളേജ് യൂണിയൻ്റെ ചെയർമാനാണ്. ആ കോളേജിലെ ആദ്യത്തെ MA എക്കണോമിക്സ് ബാച്ചുകാരനാണ്. 2500ഓളം കുട്ടികളുണ്ട്, പ്രീ ഡിഗ്രിക്കാരാണ്. അവരുമായിട്ടുള്ള ഇടപെടൽ ക്യാമ്പസ് വളരെ ലൈവാണ്, വൈബ്രൻ്റാണ്. പക്ഷെ അത് കിട്ടാതെ പോയി എന്നുള്ളത് മാത്രമല്ല, ഓൾ ഇന്ത്യ റേഡിയോയിലെ പ്രോഗ്രാം എക്സിക്യൂട്ടീവിൻ്റെ ഇൻ്റർവ്യൂവിന് ഞാൻ പോവുകയുണ്ടായി. പിന്നീട് UPSCയുടെ ഇൻ്റർവ്യൂവിന് ഞാൻ ഡൽഹിക്ക് പോയി. ഇൻ്റർവ്യൂ ആണ്, അതുകൂടി ആലോചിക്കണം. നമ്മുടെ പിന്നണി ഗായകനായിട്ടുള്ള വേണുഗോപാൽ അന്ന് പ്രോഗ്രാം എക്സിക്യൂട്ടീവിൻ്റെ മ്യൂസിക്കിലേക്കും ഞാൻ ഫീച്ചേഴ്സ് ആൻഡ് സ്പോക്കൺ വേർഡ്സിലേക്കുമാണ് പോയത്. പുതുശ്ശേരി രാമചന്ദ്ര സാർ ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക. ഒരുപാട് നാളുകൾക്ക് ശേഷം അദ്ദേഹം പറയുകയുണ്ടായി, സമ്പത്ത് അതിലെ ഇൻ്റർവ്യൂവിൽ 1ാം റാങ്കുകാരനാണ്, പക്ഷേ നിൻ്റെ പേരിൽ 2 ക്രിമിനൽ കേസുകൾ ഉള്ളത് കൊണ്ട് അത് മാറ്റിവെച്ചതാണ്, നീ അതെന്താണെന്നുള്ളത് പരിശോധിക്കണമെന്ന്. അപ്പോഴേക്കും ഞാൻ അഭിഭാഷകനായി തുടങ്ങി, വക്കീൽ പണിയിൽ അതിൻ്റേതായ എന്താ പറയുക ടേസ്റ്റ് പിടിച്ചു പോയി.
അതായത് രാഷ്ട്രീയ ജീവിതത്തിൽ ഇറങ്ങിയത് കൊണ്ട് സാമ്പത്തികമായി ഉണ്ടായ നഷ്ടം കൂടാതെ വ്യക്തിപരമായ ഇത്തരത്തിലുള്ള നഷ്ടങ്ങൾ സ്വാഭാവികമായും, പക്ഷേ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള തരത്തിൽ, MP എന്നുള്ള തരത്തിൽ കഴിഞ്ഞ 15 വർഷത്തെ ഇടപെടൽ, ഇപ്പോൾ അവസാനത്തെ ഒരു 5 വർഷത്തെ ഇടപെടൽ എടുക്കുകയാണെങ്കിൽ അങ്ങേക്ക് വ്യക്തിപരമായി ഒരു അഭിമാനം തോന്നുന്ന ഒരു മുഹൂർത്തം, ഒരുപാട് മുഹൂർത്തങ്ങളുണ്ടാവാം, എങ്കിലും നമ്മുടെ പൊതുവായ നമ്മുടെ നാടിനു വേണ്ടി ഞാൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ നടത്തി ഇത്തരത്തിലൊരു ഇടപെടൽ വലിയ ഗുണമുണ്ടായി എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം പെട്ടെന്ന് ഓർത്തെടുക്കുക? എല്ലാം നഷ്ടപ്പെട്ട് ജീവനും കയ്യിൽ പിടിച്ച് ഇന്ത്യയിലേക്ക് ഓടിയെത്തിയ 10,000-കണക്കിന് അഭയാർത്ഥികളുണ്ട്. അവർ ഈ ബർമ്മയിൽ നിന്നും മ്യാൻമാറിൽ നിന്ന് വന്ന റോഹിംഗ്യൻ അഭയാർത്ഥികളാണ്. ആ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ചെന്ന MP ഞാനാണ് ആദ്യമായിട്ട്. മുട്ടറ്റം വരെ മാലിന്യത്തിലാണ് ഞാൻ നടന്നു പോയത്. കണ്ട കാഴ്ചകളെന്നുള്ളത് ദയനീയമാണ്. പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങളും ക്യാൻസർ രോഗിയും പാമ്പ് കടിയേറ്റ കുഞ്ഞിൻ്റെ ശരീരം എടുത്തു കൊണ്ടുവരുന്ന അമ്മയും ഒക്കെ. പക്ഷെ ഞാനത് പാർലമെൻറ്റിൽ ഉന്നയിച്ചു. എൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകളാണ്. ഞാൻ പാർലമെൻറ്റിൽ അത് ഉന്നയിച്ചതിന് ശേഷം ശ്രീമതി സുഷമ സ്വരാജ് എൻ്റെ പ്രസംഗത്തെ തുടർന്ന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുണ്ടായി. ആ ഇടപെടലിനെ തുടർന്ന് ആദ്യമായി അവരുടെ പുനരധിവാസത്തിനായി $1 മില്യൺ സഹായം ശ്രീമതി സുഷമ സ്വരാജ് പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ആദ്യമായി റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ വിഷയം ഉന്നയിക്കുന്നത് ഞാനാണ്. ആ കാര്യം പറയുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. ആ കണ്ട വേദന ഞാൻ ഉന്നയിക്കുകയും അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടും അവിടെ നടക്കുന്ന വംശഹത്യ തടയാനുള്ള ഒരു അന്തർദേശീയ സമൂഹത്തിൻ്റെ ഇടപെടലുകളിലേക്കും എല്ലാം കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. എന്നാൽ അതേ ഇന്ത്യ ഗവൺമെൻറ് നമ്മുടെ നാട്ടിൽ അഭയാർത്ഥികളായി വരുന്നവരെ മതം തിരിച്ച്, പൗരത്വ പ്രശ്നത്തിൽ നിങ്ങൾക്കറിയാം, ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് തന്നെ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് മതം തിരിച്ച് അഭയാർത്ഥികളെ. ജീവന് ജാതിയും മതവും വർണ്ണവും വർഗവും ഭാഷയും ലിംഗവും സാമ്പത്തിക നിലവാരവും ഒന്നുമില്ല, മനുഷ്യൻ്റെ ജീവനാണ്. അങ്ങനെ ഇന്ത്യൻ പൗരത്വത്തിൻ്റെ കാര്യത്തിൽ ഒരു കാരണവശാലും ആ വിധത്തിലുള്ള വർഗീയ നിറം ചാലിക്കാൻ പാടില്ലാത്തതാണ്. ഒരു കാര്യത്തിൽ അഭിമാനം തോന്നുമ്പോൾ തന്നെ അതേ പാർലമെൻറ്റിൽ ഈ ഗവൺമെൻറ് കൊണ്ടുവന്ന പൗരത്വ ബില്ലിൻ്റെ ഭേദഗതിയിൽ അങ്ങേയറ്റത്തെ ലജ്ജയും എനിക്ക് തോന്നുകയാണ്. ഇത്തവണ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കണ്ടസ്റ്റ് ചെയ്യുമ്പോൾ അവർ കുറച്ചുകൂടെ ഒരു മുൻ മന്ത്രിയെ, അദ്ദേഹത്തിൻ്റെ മറ്റ് ചില ഘടകങ്ങൾ കൂടി കണക്കാക്കിയാണ് അവർ നിർത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങ് വളരെ പ്രമുഖരായ ആളുകളെ തോൽപ്പിച്ച് വന്ന ആളാണ്. എതിരാളികളെ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തെയാണ് നേരിടുന്നത് എന്നൊക്കെ പറയുമെങ്കിലും ഈ മത്സരം പൊതുവിൽ ഇതുവരെയുള്ള അങ്ങയുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു ആശങ്ക ഉണ്ടാവേണ്ട എന്തെങ്കിലും ഒരു ഘടകം കോൺഗ്രസ്സുകാർക്ക് അങ്ങനെയെല്ലാം പറയാനായിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവരുടെ തന്നെ പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധിയെ തന്നെ ആറ്റിങ്ങലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി അഭിമാനവും സന്തോഷവും തോന്നിയിരുന്നേനെ. തീർച്ചയായും ഇത് വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം കോൺഗ്രസുമായി കണ്ടസ്റ്റ് ചെയ്യാൻ തീർച്ചയായും തയ്യാറാണ്. അദ്ദേഹം എതിരാളിയുടെ രാഷ്ട്രീയത്തെയല്ല, എതിരാളി ആരാണെങ്കിലും താൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ നൈതികത, അതിൻ്റെ സത്യസന്ധത, അതാണ് സമ്പത്ത് ഉയർത്തിപ്പിടിക്കുന്നത്. സമ്പത്ത് എല്ലാ കാലത്തും അങ്ങനെയാണ്. ഒരു വിദ്യാർത്ഥി യൂണിയൻ ചെയർമാനിൽ നിന്ന് കോർപ്പറേഷൻ കൗൺസിലറിൽ നിന്ന് ഇന്ത്യൻ പാർലമെൻറ്റ് അംഗം വരെയായ സമ്പത്ത് എല്ലാ കാലത്തും ഇത്തരത്തിൽ തൻ്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച്, തൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് മുൻപോട്ട് പോയിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുകയാണ്. നന്ദി. എൻ്റെ പ്രഭാത ഭക്ഷണം പൂർത്തിയാക്കി. അച്ഛൻ്റെ പോസ്റ്ററൊക്കെ ഇങ്ങനെ ഭിത്തിയിലൊക്കെ ഒട്ടിച്ച് പല സ്ഥലത്തായിട്ട് കാണുമ്പോൾ എന്ത് കുറെ അച്ഛൻ ഭയങ്കര ഫേമസ് ആണെന്നൊക്കെ അഭിമാനമുണ്ടോ? ഒരുപാട് തിരഞ്ഞെടുപ്പ് യുദ്ധങ്ങൾ ജയിച്ചു കയറിയതിൻ്റെ തലയെടുപ്പുമായി നിൽക്കുന്ന സമ്പത്തിനെ തളയ്ക്കുക എന്നതാണ് അടൂർ പ്രകാശിൻ്റെ നിയോഗം. അതുകൊണ്ട് തന്നെ കോന്നി MLA ആയ അടൂർ പ്രകാശിനെ ആറ്റിങ്ങലിൽ UDF സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് രണ്ടും കൽപ്പിച്ചാണ്. അടൂർ പ്രകാശിന് സമ്പത്തിനെ പിടിച്ചു കെട്ടാനാകുമോ എന്നത് കണ്ടു തന്നെ അറിയണം. എന്തായാലും അടൂർ പ്രകാശിൻ്റെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കാണാം. നമസ്കാരം. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിനോടൊപ്പമാണ് ഇപ്പോൾ കൈരളി വാർത്താ സംഘമുള്ളത്. സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടി ഇപ്പോൾ ഉച്ച ഭക്ഷണത്തിനായി അടൂർ പ്രകാശ് അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്.
ഒരു പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും DCC പ്രസിഡന്റ് നെയ്യാറ്റിൻകര സെൻട്രൽ അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ അദ്ദേഹത്തോടൊപ്പമുണ്ട്. രാവിലെ മുതൽ തുടങ്ങിയ പ്രചരണ തിരക്കുകൾക്കൊടുവിലാണ് ഇപ്പോൾ അദ്ദേഹം ഭക്ഷണത്തിനായി ഇരിക്കുന്നു. പ്രധാനമായും നമുക്കറിയേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയാം. സാർ നമസ്കാരം. താങ്കൾ ആറ്റിങ്ങലിൽ ജനവിധി തേടുന്നു. ദീർഘകാലം 20 വർഷത്തിലേറെയായി കോന്നിയിൽ MLA ആയിരുന്ന താങ്കൾ ആറ്റിങ്ങലിൽ വന്ന് ജനവിധി തേടാൻ ഇടയായ ഒരു സാഹചര്യം അത് വ്യക്തിപരമാണോ അല്ലെങ്കിൽ പാർട്ടി എന്നുള്ള തരത്തിൽ ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായി താങ്കൾ എത്തിയതാണോ? വ്യക്തിപരമല്ല, പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച്, പാർട്ടി പറയുന്നതനുസരിച്ച്. ഒരു പാർട്ടി പ്രവർത്തകനാണല്ലോ ഞാൻ. അപ്പോൾ പാർട്ടി പ്രവർത്തകൻ എന്നുള്ളതിൽ പാർട്ടിയുടെ നിർദ്ദേശം ഞാൻ അംഗീകരിച്ച് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മത്സരിക്കുകയാണ്. ഈ സാധാരണഗതിയിൽ താങ്കളെപ്പോൾ ഒരാൾ ഇവിടെ വരുമ്പോൾ പൊതുവിൽ പ്രതീക്ഷിക്കപ്പോൾ ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ സമ്പത്ത് 1996 മുതൽ MB ആയി പല ടൈമിൽ MB ആയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് പൊതുവിൽ അദ്ദേഹത്തിൻ്റെ ഒരു പൊതുവായ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ പറയുന്നൊരു പൊതുവായ നിരീക്ഷണം, അദ്ദേഹം പാർലമെൻ്ററി പ്രവർത്തനത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളാണ്. പാർലമെൻറ്റിൽ ഇടപെടുന്നു, മറ്റു കാര്യങ്ങളിലെല്ലാം അദ്ദേഹം ലൈവായുണ്ട്. അദ്ദേഹത്തെ പോലൊരാളെ കണ്ടസ്റ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു ഉള്ളിൽ ഒരു ആത്മവിശ്വാസത്തിൻ്റെ കുറവോ ഒന്നും ഒരു ചോദ്യമായി ചോദിക്കുകയാണ്. താങ്കൾ കോന്നിയിൽ ഒരു CPM-ൻ്റെ ഒരു MLA അട്ടിമറിച്ചാണ് എത്തിയത് എങ്കിൽ പോലും അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിലുള്ളൊരു ആശങ്കയോ ഭയമോ നിലവിലെ ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ ഒരു സാധ്യത വെച്ച് നോക്കുമ്പോൾ ഒരു തരത്തിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ആശങ്കയില്ല. അതിൻ്റെ കാരണം, പാർട്ടി ഒരു പ്രവർത്തനം നടത്താൻ വേണ്ടി ഒരു നിയോഗിച്ചു കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, അത് നിറവേറ്റുക. പാർലമെൻറ്റിൽ പോയി കഴിയുമ്പോഴാണ് പാർലമെൻറ്റ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ വിജയിച്ചു വരുന്ന MP എന്നുള്ളതിൽ എന്താണ് ചെയ്യുന്നതെന്നതിനെക്കുറിച്ച് വിലയിരുത്തൽ നടത്താൻ പറ്റുകയുള്ളൂ. ഇപ്പം ഞാൻ പാർലമെൻറ്റിൽ പോയിട്ടില്ല. നിയമസഭയിൽ ഞാൻ 23 വർഷക്കാലം പ്രതിനിധാനം ചെയ്യുകയാണ്. അപ്പം നിയമസഭയിൽ ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കുൾപ്പെടെയുള്ള ആളുകൾക്ക് വിലയിരുത്തൽ നടത്താം. അതേപോലെ ഒരു അവസരം കിട്ടുമ്പോൾ ആ അവസരം വിനിയോഗിച്ചുകൊണ്ട് എന്താണ് പാർലമെൻറ്റ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് അദ്ദേഹം വളരെ ഔന്നത്യത്തിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് പിന്നെ പുതിയൊരാൾ അത് കടന്നു വന്നുകൂടാ എന്ന ഒരു ചിന്ത ഉണ്ടാകുന്നത് ശരിയല്ല. ഈ സമ്പത്തിൻ്റെ ഒരു പ്രധാന ന്യൂനതയായി ഒരു MB എന്നുള്ള തരത്തിൽ കഴിഞ്ഞ 10 വർഷത്തിലേറെ അദ്ദേഹം തുടർച്ചയായി പ്രദാനം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ന്യൂനതയായി താങ്കൾക്ക് തോന്നുന്നൊരു കാര്യം എന്താണ്? ഞാനിവിടെ വന്നപ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു അഭിപ്രായം, അദ്ദേഹം ഈ കഴിഞ്ഞ 5 വർഷക്കാലം MP ആയിരുന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരു പരിപാടിക്കും പങ്കെടുത്തിട്ടില്ല. എന്താ കാരണമെന്ന് എനിക്കറിയില്ല. ഇന്ന് പങ്കെടുത്തിട്ടില്ല എന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം. കാരണം ഞാനത് സർട്ടിഫിക്കറ്റോടുകൂടി പറയുകയല്ല, അത് പൊതുജനങ്ങളുടെ അഭിപ്രായം അങ്ങനെ ആയിരിക്കുന്നു. ഒരു MB ഇവിടെ കാണാനില്ല, വരുന്നില്ല എന്ന് നാട്ടുകാർ പറയുമ്പോൾ അതിനെന്തെങ്കിലും കാര്യങ്ങളുണ്ടാകും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പം ഞാൻ MLA എന്നുള്ളതിൽ കോന്നിക്കാരുടെ മുമ്പിൽ ഞാൻ വിട്ടു നിന്ന് കഴിഞ്ഞാൽ, വർഷങ്ങളോളം അല്ലെങ്കിൽ നാളുകളോളം വിട്ടു നിന്നാൽ അവർ കാണുന്ന മാനസികമായ അവരുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആശയം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ന് പറഞ്ഞ പോലെ ഇവിടെ കഴിഞ്ഞ 5 വർഷക്കാലം MPയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അതിനൊരു ഉദാഹരണം പറയാം. വർക്കല താലൂക്കിൻ്റെ ഉദ്ഘാടനം നടത്തി. ഒരു പാർലമെൻറ്റ് അംഗം എന്നുള്ളതിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ വിളിക്കുക എന്ന് പറയുന്നത് പിന്നെ പാർലമെൻറ്റ് അംഗവും നിയമസഭാ അംഗവും എല്ലാവരും ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അദ്ദേഹം വന്നില്ല. അദ്ദേഹത്തെ ഒഴിവാക്കിയതല്ല, അദ്ദേഹം ആ കാര്യത്തിലൊക്കെ വിട്ടു നിന്ന് വേണ്ട എന്ന് വെച്ചു. അതിപ്പോൾ എൻ്റെ കുറ്റം കൊണ്ടല്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. ഈ താങ്കൾ റവന്യൂ മാത്രമായിരുന്നില്ല, കയറിൻ്റെയും മന്ത്രിയായിരുന്നു. പ്രദേശം ആറ്റിങ്ങൽ ചിറയൻകീഴ് മേഖലകൾ കയറിൻ്റെ കൂടി ഒരു വലിയ ഇതാണ്. ഇവിടെ കയർത്തൊഴിലാളികളുടെ ഒരു വലിയ സമരം നടന്നത് താങ്കൾ കയർ മന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ്. പിന്നീടത് ഒത്തുതീർപ്പാക്കുകയുണ്ടായി. ഈ കയർത്തൊഴിലാളി മേഖല താങ്കളെ തുണയ്ക്കും എന്ന് കരുതുന്നുണ്ടോ? 100%. എന്താണ് അതിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം? ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഈ കയർത്തൊഴിലാളി മേഖലയെ അവഗണിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ടതായ യാതൊരു ആനുകൂല്യം കൊടുക്കാതെ അവരെ കബളിപ്പിച്ചുകൊണ്ട് നടന്ന ഒരു പ്രവർത്തനമാണ് പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കണം എന്ന് തീരുമാനമെടുത്തത് ഞാൻ. അവർ അക്കൗണ്ടിലേക്ക് കൊടുക്കുകയുള്ളൂ, അതല്ലാതെ ഇടനിലക്കാർക്ക് കൊടുക്കില്ല
എന്ന് തീരുമാനിച്ചു. അതിൻ്റെ പേരിലൊക്കെ ആ സമരം നടത്തുന്നത്. ഇടനിലക്കാരിലൂടെ പോകണം എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. സമരം നടത്തിയതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നതും അവരിലൂടെ പോകണം എന്നുള്ളതായിരുന്നു. പക്ഷേ അത് പുറത്തു പറയാതെ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ചെയ്തത്. അന്നും ഒരു വിട്ടുവീഴ്ചയും കാണിക്കാതെ അവരുടെ അക്കൗണ്ടിൽ കൊടുക്കുമെന്ന് പറഞ്ഞു അക്കൗണ്ടിൽ കൊടുക്കും. അതിപ്പോഴും അത് നടപ്പാക്കുക. അടൂർ പ്രകാശ് ഒരു കോൺഗ്രസ് നേതാവെന്ന നിലയിൽ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ട് വന്നൊരു വ്യക്തിയാണ്. സ്വാഭാവികമായ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ആത്മവിശ്വാസം സ്ഫുരിക്കുകയും ചെയ്യുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം എല്ലാ ഭാവങ്ങളും താങ്കൾക്ക് നേരുന്നു. എന്തായാലും അദ്ദേഹം പറയുന്നത് ഇവിടെ ആറ്റിങ്ങലിൽ ഒരു മാറ്റം ഉണ്ടാക്കും എന്നതാണ്. ജനമാണ് വിധി എഴുതേണ്ടത്. ജനത്തിൻ്റെ വിധിയെഴുത്തിനായി നമുക്ക് കാത്തിരിക്കാം. പാലക്കാടാണ് ശോഭാ സുരേന്ദ്രൻ മോഹിച്ചത്. എന്നാൽ മത്സരിക്കാൻ നിയോഗമുണ്ടായത് ആറ്റിങ്ങലിലും. BJPക്ക് തുടർച്ചയായി വോട്ട് വിഹിതം വർദ്ധിക്കുന്ന ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രന് അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുമോ? ശോഭാ സുരേന്ദ്രൻ്റെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലൂടെയാണ് ഇനിയത്തെ പര്യടനം. ആറ്റിങ്ങൽ നാവായിക്കുളത്തെ ഒരു ചായക്കടയുടെ മുന്നിലാണ് ഇപ്പോൾ ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഉള്ളത്. അതോടൊപ്പം നിരവധി വനിതാ പ്രവർത്തകരും ഇപ്പോൾ ഇവിടെ ഉണ്ട്. നമുക്ക് ശോഭ ചേച്ചിയോട് നല്ല വിശേഷങ്ങൾ ചോദിക്കാം. പാലക്കാട് നിന്നും ആറ്റിങ്ങലിലേക്ക് എത്തി ആദ്യമായിട്ട് ആറ്റിങ്ങലിൽ ജനവിധി തരുന്നു. ഇതിനൊരു മത്സരം മനസ്സിൽ പ്രതീക്ഷിച്ചിരുന്നു. ആറ്റിങ്ങലിൽ തന്നെ വന്ന് മത്സരിക്കുന്നത് ഇതൊരു പാർട്ടിയുടെ നിയോഗമായി വന്ന് മത്സരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ വ്യക്തിപരമായി ഇവിടെ മത്സരിക്കണമെന്നൊരു ആഗ്രഹം മനസ്സിൽ നേരത്തെ വെച്ചിട്ടുണ്ട്? എനിക്കങ്ങനെ വ്യക്തിപരമായിട്ട് യാതൊരു ആഗ്രഹവും പ്രത്യേകിച്ചുള്ള ഒരാളല്ല. കാരണം ഉണ്ടാകാനും പാടില്ല. ഞാൻ പാർട്ടിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഒപ്പം സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. രാജ്യവ്യാപകമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. നരേന്ദ്രമോദിയോടൊപ്പമുള്ള 110 പേരിൽ ടീമിൽ ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായും പാർട്ടി എവിടെ മത്സരിക്കാൻ പറഞ്ഞാലും ആ മത്സരങ്ങളെല്ലാം നാളിതുവരെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. മലപ്പുറത്ത് മത്സരിച്ചിട്ടുണ്ട്, തൃശ്ശൂരിൽ മത്സരിച്ചിട്ടുണ്ട്, പാലക്കാട് മത്സരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ അനന്തപത്മനാഭൻ്റെ മണ്ണിൽ മത്സരിക്കുകയാണ്. പക്ഷേ ഈ മത്സരത്തിൽ എനിക്കുള്ളൊരു വളരെ വലിയ സന്തോഷം എന്നുള്ളത് ഇത് തെരഞ്ഞെടുപ്പിന് ശേഷം വിജയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടായിരിക്കും. കഴിഞ്ഞ എൻ്റെ ഇലക്ഷൻ 2ാം സ്ഥാനത്തായിരുന്നു. പടിപടിയായി തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലൂടെ ഞാൻ കടന്നു വന്നിട്ടുള്ളത്. 1/2 ഡസൻ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് NDA ഇത്തവണ വിജയം വരിക്കും എന്നുള്ളതാണ്. അവസാനമായ ഒരു ചോദ്യം കൂടി. മണ്ഡലത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പ്രചരണത്തിനായി പോകും ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഫീഡ്ബാക്ക് എന്താണ്? കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും BJP താരതമ്യേന വലിയ മെച്ചമുണ്ടാക്കിയ ചില നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം. ആ അർത്ഥത്തിൽ പ്രചരണ രംഗത്തേക്ക് ഒരു മുൻതൂക്കം കൈവരിക്കാൻ BJPക്ക് നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് 2 ലക്ഷത്തിൽ താഴെ വോട്ട് ഇവിടെ ഉണ്ട്. പിന്നെ ഞാനൊരു സാധാരണക്കാരിയാണെങ്കിലും ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും അവിടെയുള്ള വോട്ട് അത് കഴിഞ്ഞ പാർലമെൻറ്റിലെ 68,000 വോട്ട് 1,36,500 ആക്കി സഹോദരന്മാർ ഉയർത്തി തന്നതാണ്. ഏത് മത്സര രംഗത്തും അത് ഡബിൾ ആവാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ കൂടാനേ സാധ്യതയുള്ളൂ. കാരണം അവരോടൊപ്പം നിൽക്കുകയും അവരുടെ ആചാര സംരക്ഷണത്തിന് മുന്നിൽ നിൽക്കുകയും കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുകയും ഏതൊരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനും ജനപക്ഷത്ത് നിൽക്കാനും സാധിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഒരു വലിയ റിസൾട്ടായിരിക്കും ഇവിടെ ഉണ്ടാവുക. അത് NDAക്ക് ഒരു വിജയം കൂടി ഈ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ഉണ്ടാകും. തീർച്ചയായും വലിയ ആത്മവിശ്വാസത്തിലാണ് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. ആ മണ്ഡലത്തിലെ സമവാക്യങ്ങൾ, കണക്കുകൾ എല്ലാം തനിക്ക് അനുകൂലമാണ് എന്നാണ് ശോഭാ സുരേന്ദ്രൻ്റെ പ്രതീക്ഷ. എന്തായാലും എല്ലാ ഭാവങ്ങളും വരും ദിവസങ്ങളിൽ പ്രചരണ രംഗത്ത് കൂടുതൽ സജീവമാകാനാണ് NDA സ്ഥാനാർത്ഥിയുടെ തീരുമാനം. തിരഞ്ഞെടുപ്പിൽ തോൽവി എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത സമ്പത്തും അടൂർ പ്രകാശും, തോൽവികളിലും വീറോടെ പൊരുതുന്ന ശോഭാ സുരേന്ദ്രൻ. ഇവർ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ജനം ആരോടൊപ്പം നിൽക്കുമെന്നത്
തീർച്ചയായും കൗതുകമുള്ളൊരു കാഴ്ച തന്നെയാണ്. ഫലം എന്തായാലും അതറിയണമെങ്കിൽ 1.5 മാസത്തിലേറെ കാത്തിരിക്കണം. അതുവരെ സ്ഥാനാർത്ഥികൾ അവരുടെ അശ്വമേധം തുടരട്ടെ.